ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് പറയാനുള്ളത് ഒബ്ജക്ട്സ് ഓഫ് ഓഡിറ്റിംഗ് ആണ്. ഓക്കെ, ഡിഫറെൻറ്റ് ഒബ്ജക്റ്റീവ്സിന് മെയിൻ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് പറയാം. ട്വിൻ ഒബ്ജക്റ്റ് ആയിട്ട് പറയുന്നത് ഫസ്റ്റ് തന്നെ പ്രിവെൻഷൻ ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫോൾട്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കുറേ കാലങ്ങളുടെ ശേഷം നമുക്ക് ഒബ്ജക്റ്റീവ്സിനെ ഒന്നുകൂടി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത് പ്രൈമറി ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ സബ്സിഡറി ഒബ്ജക്റ്റീവ്സും ആണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് എന്താ പ്രൈമറി ഒബ്ജക്ട്സ് നോക്കാം. Okay, the primary objective or principal objectives of audit is to report the owners of the business whether the balance sheet exhibits a true and fair view of the state of affairs of the concern. Primary objectives ആയിട്ട് പറയുന്നത് അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സിന് കറക്റ്റായിട്ട് ബിസിനസ് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ കറക്റ്റായിട്ട് അവർക്ക് റിട്ടേൺ കൊടുക്കുന്നുണ്ടോ, അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് കറക്റ്റായിട്ടാണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ് പ്രൈമറി ഒബ്ജക്റ്റീവിൽ നോക്കുന്നത്. അത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നോക്കുന്നുണ്ട്, അവിടുത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നത് അവിടുത്തെ ലോ അനുസരിച്ചാണോ ബുക്സ് ഓഫ് അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നത് നോക്കും. അതുപോലെ തന്നെ പ്രോപ്പർ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കും. അതുപോലെ തന്നെ അവിടുത്തെ അരിതമെറ്റിക്കൽ അക്യുറസി, ബുക്സ് ഓഫ് അക്കൗണ്ടിന് അരിതമെറ്റിക്കൽ അക്യുറസി ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ഒതൻറ്റിസിറ്റി ആൻഡ് വാലിഡിറ്റി ഓഫ് ദ ട്രാൻസാക്ഷൻസും ചെക്ക് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്, ട്രൂ ഫെയർ മാനറിലാണോ അവിടുത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അതാണ് പ്രൈമറി ഒബ്ജക്ട്സ് ആയിട്ട് ഓഡിറ്റിങ്ങിൽ പറയുന്നത്. ഓക്കെ, ദെൻ സബ്സിഡറി ഒബ്ജക്റ്റീവ്സ് ആണ് അടുത്തത്. സബ്സിഡറി ഒബ്ജക്റ്റീവ് പറയുന്നത് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് വെരിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട് ദ ഓഡിറ്റർ മേ കം across many errors and frauds. Okay, so no doubt detection and prevention of errors and frauds are also be duties of an auditor. Okay, so but there are incidental or ancillary objectives of fraud auditing. Okay, so the subsidiary objects is also known as ancillary ഒബ്ജക്ട്സ് ഓർ ഇൻസിഡൻ്റൽ ഒബ്ജക്റ്റ്. ഓക്കെ, സബ്സിഡറി ഒബ്ജക്റ്റിന് രണ്ട് പേര് അറിയപ്പെടും, ഓൺസിലറി ഒബ്ജക്റ്റ് എന്നും അതുപോലെ തന്നെ എന്താണ് ഇൻസിഡൻ്റൽ ഒബ്ജക്ട്സ് എന്നും. ഓക്കെ, നമുക്കറിയാം ട്രാൻസാക്ഷൻ വെരിഫിക്കേഷൻ നടത്തുമ്പം അവിടുത്തെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ അവരെന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഓഡിറ്റർ മെയിൻ ഡ്യൂട്ടി എന്താ, എറർ എന്താണെന്ന് ഡിറ്റക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പം സബ്സിഡറി ഒബ്ജക്ട്സ് ഓഫ് ഓഡിറ്റ് are mainly two types, that is detection and prevention of error and detection and prevention of fraud. Okay, അപ്പോൾ ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് എന്താ നോക്കാം. ഓക്കെ, സോ ദ എറേഴ്സ് എന്ന് നമുക്ക് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ മിസ്റ്റേക്ക് കമ്മിറ്റഡ് ബൈ റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻ ഓർ പോസ്റ്റിംഗ് ഓർ കോസ്റ്റിംഗ് or forward and balancing of the account. Okay, so the error may occur in preparing invoice, receipts, vouchers, credit and debit notes, bills, etc. Okay, ഡിറ്റക്ഷൻ ഓഫ് പ്രിവെൻഷൻ എറർ നമുക്കറിയാം. എറർ ഒക്കർ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ പോസ്റ്റിങ്ങിൽ അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ അതിലൊക്കെയാണ് എറേഴ്സ് വരുന്നത്. ഓക്കെ, നമുക്ക് എന്തൊക്കെ ടൈപ്സ് ഓഫ് എറേഴ്സ് ആണെന്നുള്ള നോക്കാം. മെയിനായിട്ട് 4 ടൈപ്സ് ഓഫ് എറർ ഉണ്ട്. എറേഴ്സ് ഓഫ് ഒമിഷൻ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും മുൻ ക്ലാസ്സുകളിലൊക്കെ. എറേഴ്സ് ഓഫ് കമ്മീഷൻ, കോമ്പൻസേറ്റിംഗ് എറർ, എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ്, അങ്ങനെ ഡിഫറെൻറ്റ് എറേഴ്സ് ഉണ്ട്. ഫസ്റ്റ് എറേഴ്സ് ഓഫ് ഒമിഷൻ എന്താ നോക്കാം. എറേഴ്സ് ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൻ എറർ ഈസ് ഓഫ് ഒമിഷൻ വൺ ദാറ്റ് അറൈസസ് വെൻ എ ട്രാൻസാക്ഷൻ ഹാസ് ബീൻ ഒമിറ്റഡ് ടു ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് either wholly or partly. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 തരത്തിലുള്ള എറേഴ്സ് ഓഫ് ഒമിഷൻ വരാം. കംപ്ലീറ്റ് ഒമിഷനും വരാം, അതുപോലെ തന്നെ പാർഷ്യൽ ഒമിഷനും വരാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒന്നെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ, ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്, പക്ഷേ കംപ്ലീറ്റ് ഒമിഷനിൽ 2 പർച്ചേസ് നടത്തിയിട്ടുണ്ട്, പക്ഷേ റെക്കോർഡ് ചെയ്യാൻ മറന്നു. പർച്ചേസ് അക്കൗണ്ടിലും അതുപോലെ തന്നെ ക്രെഡിറ്റിനാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ ക്രെഡിറ്റേഴ്സിൻ്റെ അക്കൗണ്ടിൽ എന്ത് ചെയ്തിട്ടില്ല, ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ കംപ്ലീറ്റ് ഒമിഷൻ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്തും വരാം, പാർഷ്യൽ ഒമിഷൻ വരാം. പാർഷ്യൽ ഒമിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ എന്ത് ചെയ്യാം, എൻ്റർ ചെയ്യാൻ മറക്കാം. ഇപ്പം ഗുഡ്സ് സോൾഡ് ടു മിസ്റ്റർ റാം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെയിൽസിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്, പക്ഷേ റാം അക്കൗണ്ടിൽ എന്ത് ചെയ്തിട്ടില്ല, എൻ്റർ ചെയ്തിട്ടില്ല. അതാണ് പാർഷ്യൽ ഒമിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ എറേഴ്സ് ഓഫ് കമ്മീഷൻ. എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് റെഫേഴ്സ് ടു errors committed in the process of posting from subsidiary book. Okay, the in other ledger account or costing or carry forward and balancing of ledger account. Okay, so the errors of commission is generally arises when a transaction has been recorded in a wrongly entered the original entry that ledger due to the negligence.
ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം ക്രെഡിറ്റ് പർച്ചേസ് നടന്നിട്ട് 7300 രൂപക്കാണ് അലക്സിന് കൊടുത്തിട്ടുള്ളത്, അലക്സിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുള്ളത്. പക്ഷേ എന്ത് ചെയ്യുക, അവരുടെ ബുക്സിൽ 3700 ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തത് റോങ് ആയിട്ട് എൻ്റർ ചെയ്യാം. ഓക്കെ, ഡ്യൂ ടു ദ നെഗ്ലിജൻസ് ഓഫ് ദി അക്കൗണ്ടൻറ്റ്. ഓക്കെ, അപ്പം അതിനെയാണ് എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി പറയാം. എറേഴ്സ് ഓഫ് കമ്മീഷൻ ഈസ് അറൈസസ് ദ ട്രാൻസാക്ഷൻ ഹാസ് ബീൻ റെക്കോർഡഡ് ആൻഡ് റോങ്ലി എൻറ്റേർഡ് ഇൻ ദ ഒറിജിനൽ എൻട്രി ലെഡ്ജർ ഡ്യൂ ടു ദ നെഗ്ലിജൻസ് ഓഫ് ദി സ്റ്റാഫ് ഓർ വർക്കർ. ഓക്കെ, ദെൻ കോമ്പൻസേറ്റിംഗ് എറർ ഉണ്ട്. കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്ത് എഫക്റ്റ് ഓഫ് വൺ എറർ ഈസ് കൗണ്ടർ ബാലൻസ്ഡ് ഓർ സെറ്റ് ഓഫ് അതർ compensated by another error. That error known as compensating error or offsetting error. Okay, so the compensating error do not affect the agreement or the trial balance as the counterbalance or set off. ഓക്കെ, കോമ്പൻസേറ്റഡ് എറർ എന്ന് പറഞ്ഞിട്ട് കമ്മീഷൻ റിസീവ്ഡ് 1000 ഉള്ളത് പെയ്ഡിലാക്കിയിട്ട് പോസ്റ്റ് ചെയ്യാം. പക്ഷേ അതെന്ത് ചെയ്യും, ഒരു എറർ മറ്റൊരു എററിനെ മായ്ച്ചു കളയും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമ്പൻസേറ്റിംഗ് എററായിട്ട് പറയുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രയൽ ബാലൻസിൽ നിന്നും ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ്. എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, ദാറ്റ് ഈസ് ദിസ് എറർ അറൈസസ് ദ പ്രിൻസിപ്പിൾസ് വെൻ ദ ജനറലി ആക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടൻസി ആർ നോട്ട് ഒബ്സർവ്ഡ് വൈൽ റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ പ്രിൻസിപ്പിൾസ്, നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, അവ നോക്കാതെ എന്ത് ചെയ്യുന്നു, ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്തിട്ടുണ്ടാവും, അതിൽ എറർ വന്നിട്ടുണ്ടാവുക. അപ്പോൾ മെഷീനറി പർച്ചേസ് 1 lakhനാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ക്യാഷിന് പർച്ചേസ് ആയിട്ട് കാണിക്കാം. അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് മെഷീനറി എറർലി ഡെബിറ്റഡ് ടു ദ പർച്ചേസ് അക്കൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മെഷീനറി പർച്ചേസിൽ നമ്മൾ സാധാരണ ഏതുകൊണ്ട് ഡെബിറ്റ് ചെയ്യല്, മെഷീനറി അക്കൗണ്ടിലാണ് ചെയ്യല്. പക്ഷേ പ്രിൻസിപ്പിൾസ് എറേഴ്സ് കാരണം അല്ലെങ്കിൽ അക്കൗണ്ടിൻ്റെ പ്രിൻസിപ്പിൾ നോക്കാതെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, പർച്ചേസിൽ കൊണ്ടുപോയിട്ട് മെഷീനറിൻ്റെ എമൗണ്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏത് എററാണ്, എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിളിൽ വരുന്നതാണ്. ഓക്കെ, അപ്പം മെയിനായിട്ട് 4 ടൈപ്സ് ഓഫ് എറർ പറഞ്ഞു. എറേഴ്സ് ഓഫ് ഒമിഷൻ, എറേഴ്സ് ഓഫ് കമ്മീഷൻ, അതുപോലെ തന്നെ കോമ്പൻസേറ്റിംഗ് എറർ, ദെൻ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, ദെൻ ഇനി അടുത്ത സബ്സിഡറി ഒബ്ജക്ട്സിൽ പറയുന്നത് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡാണ്. ഓക്കെ, നമുക്കെന്താ ഫ്രോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മറ്റേതൊക്കെ ചിലപ്പോൾ അറിയാതെ വന്നിട്ടുള്ളതാണ്. ഏത്, നമ്മുടെ പ്രിവെൻഷൻ ഓഫ് ഡിറ്റക്ഷൻ ഓഫ് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള എറേഴ്സ്. എന്നാൽ ഫ്രോഡിൽ എന്താണ്, അവർ ഡെലിബ്രേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇറ്റ് ഈസ് എ ഇൻറ്റൻഷ്യൽ ഓർ വിൽഫുൾ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡെലിബ്രേറ്റ് കൺസീൽമെൻറ്റ് ഓഫ് മെറ്റീരിയൽ ഫാക്ട് വിത്ത് വ്യൂ ടു ഡിസീവ് ഓർ ചീറ്റ് ഓർ മിസ്ലീഡ് സംബഡി. അല്ലേ, ഫ്രോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ മനഃപൂർവ്വമായിട്ട് ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് എന്ത് പറയുന്നത്, ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഡിറ്റക്റ്റ് ചെയ്യാന്നുള്ള ഒരു സബ്സിഡറി ഒബ്ജക്റ്റീവാണ് നമ്മുടെ ഓഡിറ്റർക്കുള്ളത്. അതിൽ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ്, അതുപോലെ തന്നെ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് ദെൻ മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്. മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് എന്താണെന്ന് നോക്കാം. അതിൻ്റെ മീനിങ് ആയിട്ട് പറയുന്നത് ദ ഫ്രോഡുലൻ്റ് അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് ബിലോങ്ങിങ് ടു ദ അനദർ പേഴ്സൺ ബൈ ഹൂം ഹി ഹാസ് ടു ബി ഇൻട്രസ്റ്റഡ്. ഓക്കെ, ദെൻ അതിൻ്റെ അതിൽ പറയുന്നത്, ഇപ്പം ഒരു മിസ്റ്റർ എൻ്റെ അടുത്ത് നിന്ന് 20,000 എന്ത് ചെയ്തിട്ടുണ്ട്, റിസീവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇയാൾ ഫ്രോഡുലൻ്റ് ആയിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എത്ര മാത്രം കൊടുക്കുന്നുള്ളൂ, 10,000 മാത്രമേ എൻ്റർ ചെയ്യുന്നുള്ളൂ. അതാണ് നമ്മുടെ മീനിങ് ആയിട്ട്, മനഃപൂർവ്വം ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ക്യാഷ് മാറ്റി കാണിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് ആയിട്ട് പറയുന്നത്. ഓക്കെ, മെയിനായിട്ട് 3 തരത്തിലുള്ള മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് ആണുള്ളത്. ഫസ്റ്റ്, ഒമിറ്റിംഗ് ടു എൻ്റർ ദ റെസിപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ ട്രാൻസാക്ഷൻ തന്നെ ഒമിറ്റ് ചെയ്യുക, ഒഴിവാക്കുക, അത് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാതെക്കുക. ഓക്കെ, ദെൻ അടുത്തത് പുട്ടിങ് ലെസ്സർ എമൗണ്ട് ദാൻ ആക്ച്വൽ റെസിപ്റ്റ്. ആക്ച്വലി 20,000 കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പക്ഷേ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എത്ര മാത്രം കാണിക്കുന്നുള്ളൂ, 10,000 മാത്രം കാണിക്കുന്നുള്ളൂ. ബാക്കി 10,000 അയാൾ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുന്നു, ഫ്രോഡിലായിട്ട് മാറ്റി വെക്കുകയാണ്. ഓക്കെ, ദെൻ അടുത്തൊരു ഫോംസാണ് എൻറ്ററിങ് ഫിറ്റീഷ്യസ് പേയ്മെൻറ്റ്. ക്യാഷ് ചിലപ്പം കൊടുക്കാനുണ്ടാവില്ല, പക്ഷേ കൊടുത്തു എന്നുള്ള രീതിയിലായിട്ട് കാണിക്കുക. ഓക്കെ, ആ വർക്കർ അങ്ങനെ കാണിക്കുക, അല്ലെങ്കിൽ അടുത്ത സ്റ്റാഫ് കാണിക്കുക. അതൊക്കെയാണ് ഡിഫറെൻറ്റ് ഫോംസിൽ പറയുന്നത്. ഓക്കെ,
പിന്നെ ഇതൊക്കെ മെത്തേഡ്സ് ഓഫ് മിസ്അപ്രോപ്രിയേഷൻ്റെ ക്യാഷിൽ പറഞ്ഞത് തെഫ്റ്റ്, ക്യാഷ് റെസിപ്റ്റ് ആൻഡ് പെട്ടി ക്യാഷ് ബുക്ക് ഷോയിങ് ഫിറ്റീഷ്യസ് പേയ്മെൻറ്റ് ടു വർക്കേഴ്സ്, ക്രെഡിറ്റേഴ്സ്, പർച്ചേസ് എക്സെട്ര ആൻഡ് ദ ഷോയിങ് ദ ഫാൾസ് പേയ്മെൻറ്റ്, എക്സസ് പേയ്മെൻറ്റ് ഇൻ ദി ക്യാഷ് ബുക്ക്. എക്സസ് പേയ്മെൻ്റ് ഒക്കെ നടത്തിയിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കാം. അതുപോലെ തന്നെ ഒരാൾക്ക് കൊടുക്കാനുള്ളത് മറ്റൊരാൾക്ക് ഒരാളിപ്പോൾ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് റെക്കോർഡ് ചെയ്യാതെ വേറൊള്ള ആൾ രണ്ടാൾ തരേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ ഒരാളത്തിൽ നിന്ന് റിസീവ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ എന്ത് ചെയ്തില്ല, അയാളത്തിൽ നിന്ന് റിസീവ് ചെയ്തത് ഈ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കില്ല, പക്ഷേ രണ്ടാമത് ആളത്തിൽ നിന്ന് ചെയ്തത് മാത്രം കാണിക്കാം. അതുപോലെ തന്നെ ക്യാഷ് സെയിൽസ് നടന്നത് ക്രെഡിറ്റ് സെയിലായിട്ട് കാണിക്കാം. അതൊക്കെയാണ് ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷിൽ പറയുന്നത്. ഇവിടുത്തെ ഓഡിറ്റേഴ്സിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ് ചെയ്യാന്നുള്ളത് പറയുന്നത് ചെക്കിംഗ് the careful scrutiny of cash book, voucher, bills, wage sheet, etc. that will create a sense of fear in the mind of concerned staff. ഇവിടെ ഓഡിറ്ററുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെയർഫുള്ളായിട്ട് അവിടുത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട് ചെക്ക് ചെയ്യുക, ക്യാഷ് ബുക്കും അതുപോലെ തന്നെ വൗച്ചേഴ്സും ബിൽസും ഒക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്. ഓക്കെ, ഓഡിറ്റേഴ്സിൻ്റെ ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്. ദെൻ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സിൻ്റെ കേസിൽ പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ദ ഫ്രോഡുലൻറ്റ് ആപ്ലിക്കേഷൻ ഓഫ് ഗുഡ്സ് ബൈ ദോസ് ഹൂ ഹാൻഡിൽ ദം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഗുഡ്സ് എംപ്ലോയീസ് സ്റ്റീലിംഗ് ഓഫ് ഗുഡ്സ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എംപ്ലോയീസിൻ്റെ പാർട്ടിൽ നിന്ന് തെഫ്റ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കോമൺ തെഫ്റ്റായിട്ട് മാത്രം എന്ത് ചെയ്യുക, ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ടൈപ്സ് ഓഫ് ഫ്രോഡാണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ അവിടുത്തെ ഡിഫറെൻറ്റ് മെത്തേഡ് പറയുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് വെൻ ഗുഡ്സ് ആർ വാല്യുബിൾ ആൻഡ് ലെസ് ഇൻ ദി ക്വാണ്ടിറ്റി. നമ്മൾ പറഞ്ഞു കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലും കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് കാണിക്കുക. അതുപോലെ തന്നെ ആക്ച്വൽ തെഫ്റ്റ് നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കസ്റ്റമേഴ്സിന് സെയിലായി നടത്തിയതായിട്ട് കാണിക്കാം. ഇവിടുത്തെ ഓഡിറ്റേഴ്സിൻ്റെ ഡ്യൂട്ടി ആയിട്ട് പറയുന്നത് മെയിൻറ്റെയിനിങ് കീപ്പിംഗ് എ പ്രോപ്പർ റെക്കോർഡ്സ് ഓഫ് ഗുഡ്സ് ലൈക്ക് എ ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് രജിസ്റ്റർ. ഇൻവേർഡ് ഔട്ട്വേർഡ് രജിസ്റ്റർ എന്ത് ചെയ്യാം, അവിടെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രോപ്പർ ഇൻറ്റേർണൽ ചെക്ക് നടത്തുക എന്നുള്ളതാണ് ഒരു ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്. അവിടുത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട് കറക്റ്റായിട്ട് നടത്തുക എന്നുള്ള രീതിയാണ് ഓഡിറ്റേഴ്സിൻ്റെ ഡ്യൂട്ടി ആയിട്ട് അവിടെ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദെൻ പിന്നെയുള്ള മാനിപ്പുലേഷൻ വരുത്തുന്ന ഒരു ഏരിയയാണ് മാനിപ്പുലേഷൻസ് ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ, മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ടിൽ പറയുന്നത് മേക്കിംഗ് എ ഫാൾസ് എൻട്രി ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് നോവിങ് ഇറ്റ് ടു ബി റോങ്. ഓക്കെ, ഇറ്റ് ഈസ് ഡൺ ബൈ പീപ്പിൾ അറ്റ് ദി ടോപ്പ് മാനേജ്മെൻറ്റ് ലൈക്ക് എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എക്സെട്ര. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനിപ്പുലേഷൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് ടോപ്പ് മാനേജ്മെൻറ്റിലുള്ള ആളുകൾ എന്താ അടുത്ത ബുക്സ് ഓഫ് അക്കൗണ്ടിൽ അറിഞ്ഞുകൊണ്ട് തെറ്റ് വരുത്തുക, ഫ്രോഡ് വരുത്തുക. ഇപ്പം ആക്ച്വൽ പ്രോഫിറ്റ് 1 lakh ഉണ്ട്, പക്ഷേ ടാക്സ് അതോറിറ്റീനൊക്കെ അല്ലെങ്കിൽ ഗവൺമെൻറ് ഒഫീഷ്യൽസിനൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് പറയും, ഓൺലി പ്രോഫിറ്റ് 15,000 എന്ന് പറയും. ലോ പ്രോഫിറ്റായിട്ട് ഷോ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്, ടാക്സിൽ നിന്ന് ഡിഡക്ഷൻ കിട്ടാൻ, അതുപോലെ തന്നെ ടാക്സിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എന്ത് ചെയ്യാം, ചേഞ്ചസ് വരുത്തുക. ഓക്കെ, അപ്പം മെത്തേഡ്സിൽ പറയുന്നത് നോൺ പ്രൊവിഷൻ ഓഫ് ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സ്ഡ് അസറ്റ്. ഇല്ലാത്തതിൻ്റെ പേരിൽ എന്തൊക്കെയാണ് ഓരോ പ്രൊവിഷൻസ് എമൗണ്ട് മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ ഓവർ വാല്യുവേഷൻ ഓർ അണ്ടർ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് ചെയ്യുക. റെക്കോർഡിംഗ് ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചറിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് കാണിക്കുക. അതുപോലെ തന്നെ വിൻഡോ ഡ്രസ്സിംഗ് ഉണ്ട്. വിൻഡോ ഡ്രസ്സിംഗ് കേട്ടിട്ടില്ല? എന്താ വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ ഉള്ളതിനെക്കാട്ടും കൂടുതലുണ്ട് എന്ന് കാണിക്കുക. അതൊരു ഇതാണ്. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിനൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആകെ 5,000 അവിടെ പ്രോഫിറ്റ് ഉള്ളതെന്നുണ്ടെങ്കിലും 20,000 ആയിട്ട് കാണിക്കുക. ഇവിടെ ഫേമിൽ ഇത്ര തോനെ പ്രോഫിറ്റ് ഉണ്ടെന്ന് മറ്റുള്ളവർ കാണിക്കുക. പക്ഷേ ആക്ച്വലി ആയിട്ട് എന്തുണ്ടാവില്ല, അവർക്ക് ആ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വിൻഡോ ഡ്രസ്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഷോയിങ് എക്സ്പെൻസ് ഓഫ് ദ നെക്സ്റ്റ് ഇയർ ഈസ് ദ കറൻറ്റ് ഇയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഫ്യൂച്ചറിൽ വരേണ്ട എക്സ്പെൻസിനെ ഇപ്പോഴത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് കാണിക്കുക. അതൊരു മെത്തേഡാണ് മാനിപ്പുലേഷൻസ് ഓഫ് അക്കൗണ്ടിൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ പ്രിവെൻഷൻ ഓഫ് ഫ്രോഡിൽ പറഞ്ഞിട്ടുള്ളത് മെയിനായിട്ട് 3 ഐറ്റത്തിൻ്റെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ക്യാഷ് കേസിലും അതുപോലെ തന്നെ ഗുഡ്സും അതുപോലെ ബുക്സ് ഓഫ് അക്കൗണ്ടും. ക്ലിയർ ആണല്ലോ. ഇതോട് കൂടിയിട്ട് നമ്മുടെ സബ്സിഡറി ഒബ്ജക്റ്റ് കഴിഞ്ഞു. നമ്മളിന്ന് പറഞ്ഞിട്ടുള്ളത് മെയിനായിട്ട് പ്രൈമറി ഒബ്ജക്റ്റും സബ്സിഡറി ഒബ്ജക്റ്റുമാണ് പറഞ്ഞിട്ടുള്ളത്. സോ ലെറ്റ് മീ കൺക്ലൂഡ് ടുഡേ സെക്ഷൻ. താങ്ക് യു.